My Mother, written by Christina Rossetti. ക്രിസ്റ്റീന റോസറ്റി എഴുതിയ ടു മൈ മദർ എന്ന് പറയുന്ന ഒരു പോയമാണ് നമുക്ക് ഇന്ന് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം ക്രിസ്റ്റീന റോസറ്റിയെ കുറിച്ചൊന്ന് നോക്കാം. ക്രിസ്റ്റീന റോസറ്റി വാസ് ബോൺ ഇൻ 1830. ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹർ ബാലഡ്സ് ആൻഡ് റിലീജിയസ് പോയം. ഇപ്പോൾ ക്രിസ്റ്റീന റോസറ്റി 1830 ജനിച്ചത്. അവർ കൂടുതലായി അറിയപ്പെട്ടിരുന്നത് അവരുടെ ബാലഡ്സ് എന്ന് വെച്ചാൽ ഈ ചെറിയ നാടൻ പാട്ടുകളിൽ, അതും പിന്നെ റിലീജിയസ് ആയിട്ടുള്ള പോയംസാണ്, മതപരമായ കവിതകൾ. ടു മൈ മദർ ഈസ് റോസറ്റീസ് ഫസ്റ്റ് പോയം when she was 11 years old. ക്രിസ്റ്റീന റോസറ്റി 11 വയസ്സായിരുന്നപ്പോൾ എഴുതിയ ആദ്യത്തെ പോയമാണ് ടു മൈ മദർ എന്നുള്ളത്. അതാണ് നമുക്കിന്ന് പഠിക്കേണ്ടത്. ഐ ലൈക്ക് ടു ബി ലവ്ഡ് ആൻഡ് ലവ്ഡ് ബൈ ഓൾ. കോളറിഡ്ജ്, സാമുവൽ കോളറിഡ്ജ് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ, കവി എന്ന് വേണമെന്ന് പറയാം. അയാൾ എഴുതിയ ഒരു വരികളാണ് ഐ ലൈക്ക് ടു ബി ലവ്ഡ് ആൻഡ് ലവ്ഡ് ബൈ ഓൾ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും എനിക്ക് ഇഷ്ടമാണ്. വി ആർ ഓൾ സോഷ്യൽ ബീയിങ്സ്. നമ്മളെല്ലാം സോഷ്യൽ ബീയിങ്സ് ആണ്. സോഷ്യൽ ബീയിങ്സ് എന്ന് വെച്ചാൽ സാമൂഹിക ജീവികളെന്ന് വേണമെങ്കിൽ പറയാം. ടുഗദർ വി ഹാവ് ടു സ്ട്രെങ്തൻ അവർ സൊസൈറ്റി. നമ്മൾ ഒരുമിച്ച് നിന്ന് വേണം നമ്മുടെ സമൂഹത്തെ നമ്മൾ ശക്തിപ്പെടുത്തേണ്ടത്. മ്യൂച്വൽ ലവ് ഇസ് ദ ഫോഴ്സ് ദാറ്റ് ബൈൻഡ് അസ്. മ്യൂച്വൽ ലവ് എന്ന് വെച്ചാൽ പരസ്പരമുള്ള സ്നേഹമാണ് നമ്മളെ ഒത്തൊരുമിക്കുന്ന ആ ഒരു ശക്തി. ബട്ട് ഡു വി റിയലി അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ട്രൂ ലവ്. പക്ഷേ യഥാർത്ഥ സ്നേഹത്തിൻ്റെ ആ ഒരു വാല്യൂ, മഹത്വം അല്ലെങ്കിൽ മൂല്യം നമുക്ക് അറിയാമോ എന്നാണ് ചോദ്യം. വേർ ഡസ് എ ചൈൽഡ് ലേൺ ദ ഫസ്റ്റ് ലെസൺസ് ഓഫ് ലവ്. എവിടെ നിന്നാണ് ഒരു കൊച്ചുകുട്ടി സ്നേഹത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത്? എവിടെ നിന്നാണ്? മദർ. അതാണ് ഓഫ് കോഴ്സ് ഫ്രം ഇറ്റ്സ് മദർ. ആ കുട്ടിയുടെ അമ്മയിൽ നിന്നാണ് ആ കുട്ടി സ്നേഹത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത്. ഡോണ്ട് യു ലവ് യുവർ മദർ? വൈ? നിങ്ങൾ നിങ്ങളുടെ അമ്മയെ സ്നേഹിക്കുന്നില്ലേ? എന്തുകൊണ്ട്? ആ ചോദ്യത്തിനുള്ള ഉത്തരം ആണ് ഈ പോയം. ടു മൈ മദർ. Today's your natal day. Sweet flowering flowers I bring. Mother, accept I pray my offering. For today's your natal day. നേറ്റൽ ഡേ എന്ന് വെച്ചാൽ ജന്മദിനമാണ്. അപ്പോൾ അമ്മയുടെ ജന്മദിനത്തിന് ഒരു മകൻ അല്ലെങ്കിൽ മകൾ കൊടുക്കുന്നൊരു സർപ്രൈസ് അല്ലെങ്കിൽ ഗിഫ്റ്റിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ ഉള്ളത്. ടുഡേ ഈസ് യുവർ നേറ്റൽ ഡേ. ടുഡേ ഈസ് യുവർ നേറ്റൽ ഡേ. ഇന്ന് അമ്മയുടെ ജന്മദിനമാണ്. സ്വീറ്റ് ഫ്ലവേഴ്സ് ഐ ബ്രിങ്. അമ്മയ്ക്ക് വേണ്ടി മനോഹരങ്ങളായ പൂക്കൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മദർ, അക്സെപ്റ്റ് ഐ പ്രേ മൈ ഓഫറിങ്. അമ്മേ, എൻ്റെ ഓഫറിങ്, ഞാൻ കൊണ്ടുവന്ന എൻ്റെ പ്രസൻറ്റ് സ്വീകരിക്കൂ. ഞാൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആൻഡ് മേ യു ഹാപ്പി ലിവ്. അമ്മ സന്തോഷത്തോടെ ജീവിക്കട്ടെ. ആൻഡ് ലോങ് ആസ് ബ്ലെസ്. ലോങ് ആസ് ബ്ലെസ് എന്ന് വെച്ചാൽ അമ്മയ്ക്ക് എത്ര കാലമാണോ എന്നോടൊപ്പം കഴിയാൻ പറ്റുന്നത് അത്രയും കാലം എന്നോടൊപ്പം കഴിയട്ടെ. റിസീവിങ് അസ് യു ഗിവ് ഗ്രേറ്റ് ഹാപ്പിനെസ്. റിസീവിങ് അസ് യു, എനിക്ക് അമ്മയെ കിട്ടിയത് ഒരു വളരെ സന്തോഷകരമായ കാര്യമാണ്. അതായത് അമ്മയെ എനിക്ക് ദൈവം തന്നതാണ്. ആ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. പോരാത്തതിന് റിസീവിങ് അസ് യു, അമ്മയെ എനിക്ക് കിട്ടിയത് ഗിവ് ഗ്രേറ്റ് ഹാപ്പിനെസ്, എനിക്ക് വളരെ സന്തോഷം നൽകുന്നു അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് വളരെ ഒരു ചെറിയ പോയമാണ്. ഈ ചാപ്റ്ററിൽ 3 ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഡ് യു എൻജോയ് റീഡിങ് ദീസ് ലൈൻസ്? വൈ? ഈ വരികൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നിയോ? എന്തുകൊണ്ട്? I enjoy reading these lines because the mutual love between a child and its mother is beautifully conveyed here. Both are sincere in their love. ഈ വരികൾ വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും തമ്മിലുള്ള പരസ്പരമുള്ള സ്നേഹം വളരെ മനോഹരമായി ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെയും സ്നേഹം വളരെ സിൻസിയറാണ്, അതായത് യഥാർത്ഥമായതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ചൈൽഡ്സ് ഓഫറിംഗ് ടു മദർ? ഈ ചൈൽഡ് തൻ്റെ മദറിന് എന്താണ് ഓഫർ ചെയ്യുന്നത്? The birthday gift offered by the child to mother is sweet flowers of love along with prayers for long live and happiness. ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന മുഖേന നമ്മുടെ കുട്ടി അമ്മയ്ക്ക് കൊടുത്തത് എന്തൊക്കെയാണ്? സ്വീറ്റ് ഫ്ലവേഴ്സ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ മനോഹരങ്ങളായ പൂക്കളും അതിനോടൊപ്പം ഒരുപാട് നാൾ ജീവിച്ചിരിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനുള്ള ആ ഒരു പ്രേയറുമാണ് അമ്മയ്ക്ക് വേണ്ടി മകൻ കൊടുത്തത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ചൈൽഡ് ഗെറ്റ് ഫ്രം മദർ? അമ്മയിൽ നിന്ന് എന്താണ് കുട്ടിക്ക് കിട്ടുന്നത്? ദ മദർ വിഷസ് ഹർ ചൈൽഡ് ഗ്രേറ്റ് ഹാപ്പിനെസ് ആൻഡ് ബ്ലെസ്സിങ്. മദർ കുട്ടിക്ക് വേണ്ടി ഗ്രേറ്റ് ഹാപ്പിനെസ്സും ബ്ലെസ്സിങ്സുമാണ് വിഷ് ചെയ്യുന്നത്. ദ സെയിങ് ഗോഡ് കുഡ് നോട്ട് ബി എവരിവെയർ, സോ ഹി ക്രിയേറ്റഡ് മദേഴ്സ് ഷോസ്
ദ സിഗ്നിഫിക്കൻറ്റ് റോൾ ഓഫ് ദ മദർ ഇൻ അവർ ലൈഫ്സ്. ഒരു വാചകമുണ്ട്, അതായത് ഗോഡ് കുഡ് നോട്ട് ബി എവരിവെയർ സോ ഹി ക്രിയേറ്റഡ് മദേഴ്സ്. ദൈവത്തിന് എല്ലാ സ്ഥലത്തും എത്താൻ പറ്റാത്തത് കൊണ്ടാണ് അമ്മയെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അമ്മയെ ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. ഷോസ് ദ സിഗ്നിഫിക്കൻറ്റ് റോൾ ഓഫ് ദ മദർ ഇൻ അവർ ലൈഫ്സ്. ഈ ഒരു വാചകം നമ്മുടെ ജീവിതത്തിൽ അമ്മമാരുടെ പ്രത്യേകത പറഞ്ഞു തരുന്നു. യു മേ ഫീൽ ലൈക്ക് റൈറ്റിംഗ് സംതിങ് അബൌട്ട് യുവർ മദർ. അറ്റംപ്റ്റ് എ ഫ്യൂ സെൻറ്റൻസ്. അമ്മയെക്കുറിച്ച് കുറച്ച് വാചകങ്ങൾ എഴുതാനാണ് ഇവിടെ തന്നിട്ടുള്ളത്. My mother is a very loving mother. She is always kind and helpful. She is the most caring. Whenever I am in need of any help, she is with me, ready to help me. I remember how patiently she cared me when I was admitted in a hospital. She always sacrifices her pleasures for my happiness. I often find this kind of affection in other mothers also. Nobody else can give so much love and care as mothers can. രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കിക്കോളൂ. ഹിയർ ആർ എ ഫ്യൂ ഗ്രീറ്റിംഗ് കാർഡ്സ്. ഇതാ ഇവിടെ കുറച്ച് ഗ്രീറ്റിംഗ് കാർഡ്സ് കൊടുത്തിട്ടില്ലേ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ദാറ്റ് യു നോട്ടീസ് ഇൻ ദീസ് കാർഡ്സ്. ഈ കാർഡ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റത്തെ കാർഡ്, ഇഫ് യു വാണ്ട് സ്വീറ്റ് ഡ്രീംസ് യു ഗോ ടു ലിവ് എ സ്വീറ്റ് ലൈഫ്. രണ്ടാമത്തേത് ഫ്രണ്ട്ഷിപ്പ് ഡേയെ കുറിച്ച്. മൂന്നാമത്തേത് ബെസ്റ്റ് ഡാഡ്, ഫാദേഴ്സ് ഡേയെ കുറിച്ചാണ്. നാലാമത്തേത് ബർത്ത്ഡേയെ കുറിച്ചാണ്. ഇപ്പോൾ വളരെ അട്രാക്റ്റീവാണ്, സ്റ്റൈലിഷാണ്, സിമ്പിളാണ്. ഇതൊക്കെയാണ് ഈ കാർഡിൻ്റെ പ്രത്യേകതകൾ. Now prepare a thank you card for your mother to be given on Mother's Day or on her birthday. ഇനി എടുത്തൊരു താങ്ക് യു കാർഡ് നിർമ്മിക്കണം. താങ്ക് യു കാർഡ് എന്ന് പറയുമ്പോൾ പറഞ്ഞു തരാം. ഇത് ഒന്നുകിൽ അമ്മയുടെ ജന്മദിനത്തിനോ അല്ലെങ്കിൽ മദേഴ്സ് ഡേയോ അതിനു വേണ്ടിയായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് താങ്ക് യു കാർഡ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് എക്സ്പ്രസീവ് ലാംഗ്വേജ്. സിമ്പിൾ ആയിരിക്കണം, എക്സ്പ്രസീവ് ആയിരിക്കണം. എക്സ്പ്രസീവ് എന്നാൽ നമുക്ക് പറയാനുള്ളത് മനസ്സിലാകുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ആയിരിക്കണം. അടുത്ത് അപ്പീലിംഗ് ആയിരിക്കണം. ലേ ഔട്ട് ഉണ്ടാവണം. ലേ ഔട്ട് എന്ന് വെച്ചാൽ ഈ പടങ്ങൾ അതുപോലത്തെ കാര്യങ്ങളില്ലേ, അതൊക്കെ പിക്ചേഴ്സ്. പിന്നെ ക്രിയേറ്റീവ് ആയിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്കൊരു കാർഡ് ചെയ്ത് നോക്കാം. ഇത് സിമ്പിളായിട്ട് ഞാൻ ഒരു കാർഡ് ചെയ്തതാണ്. ഹാപ്പി ബർത്ത്ഡേ കാർഡാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കാനോ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നുകിൽ അമ്മയുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ മദേഴ്സ് ഡേ സെലിബ്രേഷനോ ഇത് കൊടുക്കുക. Every year we celebrate September 5 as Teachers Day. Prepare thank you cards for your teacher. എല്ലാ വർഷവും സെപ്റ്റംബർ 5 നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ മദറിന് വേണ്ടി ഒരു താങ്ക് യു കാർഡ് ക്രിയേറ്റ് ചെയ്തില്ലേ, അതേപോലെ ടീച്ചേഴ്സിന് വേണ്ടി ഒരു താങ്ക് യു കാർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഹാർട്ടി താങ്ക്സ് ടു മൈ ടീച്ചർ. എൻ്റെ ടീച്ചേഴ്സിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇതേപോലെ എന്ത് ചെയ്യുക, നിങ്ങളും നിങ്ങളുടെ ടീച്ചേഴ്സിന് വേണ്ടി ഒരു താങ്ക് യു കാർഡ് ക്രിയേറ്റ് ചെയ്യുക.